ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ച് മസ്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പോക്കിൻ്റെ സങ്കടത്തിൽ റൂമിനോടൊക്കെ ബൈ ബൈ പറഞ്ഞിട്ട് പോകുന്നതാട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. ബാഗൊക്കെ വണ്ടിയിലെടുത്ത് വെച്ചു, എല്ലാവരോടും തെറ്റാൻ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോയി. എൻ്റെ ഫ്ലൈറ്റ് വന്നിട്ട് 21-ാം തീയതി രാവിലെ 4:50 കേട്ടോ. അപ്പോൾ ഞങ്ങൾ തലേന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് ചുരമൊക്കെ ഇറങ്ങേണ്ടതല്ലേ. ഇതാട്ടോ നമ്മുടെ താമരശ്ശേരി ചുരം. ചുരമൊക്കെ അങ്ങോട്ട് ഇറങ്ങി, നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് വൈറ്റ് ഹൗസ് കയറുമ്പോൾ സങ്കടമാണ്. കാരണം എപ്പോഴും തിരിച്ചു പോകുമ്പോഴേക്കും ഞങ്ങൾ ഈ വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റിൽ കയറുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു, ഫുഡ് വന്നു, അതും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോയി. ഒരു 1:30 ആയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. അമ്മയും സുധമ്മയും ശ്രീകുട്ടനും കൂടി ആട്ടോ എന്നെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വണ്ടി കൊണ്ടുപോയി പാർക്കിങ്ങിലിട്ടു. ലഗേജൊക്കെ ട്രോളിയിലേക്ക് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. എനിക്ക് ആകെ 2 ബാഗേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് ലഗേജൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ബാഗൊന്ന് റാപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതും റാപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു ഇച്ചിരി സങ്കടമുള്ള കഷ്ടമാണ്. എല്ലാവരും ബൈ ബൈ പറഞ്ഞ് ഞാൻ നേരെ മസ്കറ്റിലേക്ക് പോവാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം 5 മാസം വീട്ടിൽ നിന്നിട്ട് അതിൻ്റെ ഒരു വിഷമം ഉണ്ടല്ലോ എന്തായാലും പോകുന്നതിൻ്റെ. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിനടുത്ത് എത്തി. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ എനിക്ക് അധികം പോസ്റ്റായിട്ട് ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ച് അങ്ങനെ ഫ്ലൈറ്റിനായിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു. പിന്നെ അങ്ങോട്ട് അപ്പോഴാണ് ആ സത്യം ഞാൻ അറിയുന്നത്. അതെ ഗൈസ്, എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5.5 മണിക്കൂറിൽ ഞാൻ പോസ്റ്റ് അടിച്ച് എയർപോർട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചേരം ഫിലിം കണ്ടു, വിശന്നപ്പോൾ കുറച്ച് സ്നാക്സ് മേടിച്ച് കഴിച്ചു. എന്നിട്ടും തീരുന്നുണ്ടോ, അങ്ങനെ ഇരുന്ന് അവസാനം 9:30 ആയപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. എൻ്റെ ലൈഫിലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഞാനിങ്ങനെ പോസ്റ്റായിട്ട് എയർപോർട്ടിൽ ഇരിക്കുന്നത്. അങ്ങനെ ഗേറ്റ് ഓപ്പണായി. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ വേഗം നടന്നു. ഇതാണ് കേട്ടോ ഞാൻ പോകുന്ന ഫ്ലൈറ്റ്. സലാമേറിലാണ് ഞാൻ പോകുന്നത്. ഇതൊരു ബഡ്ജറ്റ് എയർവേസ് ആണ്. ഫ്ലൈറ്റ് 5.5 മണിക്കൂർ ഡിലേ ആയതിൻ്റെ സങ്കടവും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ സങ്കടവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഈ ഫ്ലൈറ്റ് യാത്ര എൻ്റെ ദുഷ്കരമായ യാത്രയായിരുന്നു കേട്ടോ. എൻ്റെ സീറ്റ് നമ്പർ വന്നിട്ട് 3F ആയിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ വന്ന് സെറ്റിലായി. വീട്ടിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു കേട്ടോ, കയറി എന്നുള്ളത് അറിയിക്കണമല്ലോ. ഇത് കണ്ടോ, ഇത് സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ഒരു വീഡിയോസാണ്. അങ്ങനെ ഒരു 10:15 ആയപ്പോഴാണ് നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കമ്പാരിറ്റീവ്ലി കോഴിക്കോട് എയർപോർട്ട് വന്ന് ഇറങ്ങുന്നതും ലാൻഡിങ്ങും ടേക്ക് ഓഫും എനിക്ക് പൊതുവേ ഇച്ചിരി പേടിയുള്ള കാര്യമാണ്. എന്താണെന്നറിയില്ല, എനിക്കിച്ചിരി പേടിയാണ്. ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഫുഡ് ഉണ്ടായിരുന്നു, ഫുഡ് കഴിച്ചു. പിന്നെ ബാക്കി ഫിലിമിൻ്റെ കുറച്ചുകൊണ്ട് കാണാനുണ്ടായിരുന്നു, അതും കണ്ടു. കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെയോ സമയം പോക്കി 3.5 മണിക്കൂറായപ്പോഴത്തേക്കും ഞാൻ മസ്കറ്റിലെത്തി. അങ്ങനെ ഭയങ്കര സങ്കടമുള്ള യാത്രയായിരുന്നു ഇത്. പിന്നെ ആകെയുള്ളൊരു സന്തോഷം അച്ഛൻ്റെ അടുത്തേക്കാണല്ലോ പോകുന്നതെന്നുള്ള ഓർത്തിട്ടാട്ടോ. അമ്മേനെയൊക്കെ മിസ് ചെയ്യുന്നതും എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഞാൻ വേഗം ഇറങ്ങി. പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ലഗേജ് ക്ലിയറൻസിനായിട്ട് താഴേക്ക് പോയിരുന്നു. ലഗേജ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞാൻ ആ സാധനം കണ്ടത്. എൻ്റെ ഫാദർ ജി മുകളിൽ നിന്ന് എന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതൊരു വിസിറ്റേഴ്സ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അങ്ങനെ ലഗേജൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ. അങ്ങനെ അച്ഛനെയും കണ്ട് നേരെ ലഗേജും എടുത്തിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് പോന്നു. വണ്ടിയിൽ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പം ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.